ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ആയിട്ടാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നോമ്പുതുറയ്ക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണിത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള 5 ഞാലിപ്പൂവിൻ്റെ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് വീണ്ടും കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുവാണ്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലയ്ക്ക തൊലി കളഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം എല്ലാം ഉണ്ടല്ലോ, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത്. ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുത്. ഇനി ഇത് കൈ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. എത്ര കൂടുതൽ സമയം കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബോണ്ടയും. ഇപ്പോൾ ഇത് മാവ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അധികം തിക്കാവാൻ പാടില്ല, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടില്ല. പിന്നെ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഇതാ ബോണ്ട കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്ന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡും മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചെറുപഴം കൊണ്ടുള്ള ബോണ്ട റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് കണ്ട ഒട്ടും എണ്ണമായ ഒന്നുമില്ല. നിങ്ങൾക്കിത് ധൈര്യമായി തന്നെ ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.